മോഹൻലാലിന്റെ ഈ വർഷത്തെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയുടെ ആദ്യ ടീസർ എത്തി. ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച വില്ലൻ എന്ന സിനിമയുടെ സ്റ്റൈലിഷ് ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. സോൾട്ട് ആൻഡ് പെപ്പർ ഗെറ്റപ്പിലും മറ്റൊരു ഗെറ്റപ്പിലുമാണ് മോഹൻലാൽ ടീസറിലുള്ളത്. ഒരു എക്സ് പോലീസ് ഓഫീസറിന്റെ കഥ പറയുന്ന സിനിമ ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ തന്നെയാകും എന്നാണ് ടീസറിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ വില്ലന്റെ ടീസർ വിചാരിച്ച ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ആയില്ല എന്നതാണ് സത്യം. പ്രേക്ഷകർക്ക് രണ്ട് അഭിപ്രായമാണുള്ളത്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയണം. മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ ടീസർ ഇറങ്ങിയ സമയത്ത് വാനോളമായിരുന്നു പുകഴ്ത്തലുകൾ. ശരിയാണ്, ടീസർ സൂപ്പറായിരുന്നു. മമ്മൂട്ടിയുടെ സ്റ്റൈൽ എടുത്തു കാണിക്കുന്ന ടീസർ ആയിരുന്നു അത്. എന്നാൽ വില്ലൻ ചിത്രീകരണം തുടങ്ങിയപ്പോൾ മുതൽ മോഹൻലാലിന്റെ ലുക്കായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ ടീസറിന് ആയില്ല എന്ന് തോന്നിപ്പോയി. ഒരുപക്ഷെ എക്സ്പെക്ടേഷൻ കൂടുതലായിരുന്നിരിക്കാം. അതായിരിക്കും ഒരു വിഭാഗം പ്രേക്ഷകർക്കും അനുഭവപ്പെട്ടത്. എന്നാലും പറയട്ടെ, ഈ സിനിമ ഒരു വമ്പൻ ഹിറ്റായിരിക്കും. കാരണം പുലിമുരുകൻ ടീസർ വന്നപ്പോൾ ടീസർ പ്രേക്ഷകരെ രണ്ട് തലത്തിലാണ് നിർത്തിയിരുന്നത്. നന്നായി എന്ന് പറഞ്ഞവരെക്കാൾ കൂടുതൽ കോമാളിത്തമായി എന്ന് പറഞ്ഞവരായിരുന്നു കൂടുതലും. എന്നാൽ സിനിമ റിലീസായി കഴിഞ്ഞ് ഉണ്ടായത് ആരും മറക്കില്ല. പുലിമുരുകൻ 150 കോടിയും അതിന് മുകളിൽ നേടിയാണ് വേട്ട നിർത്തിയത്. അപ്പോൾ വില്ലനും നമുക്ക് പ്രതീക്ഷിക്കാം. മലയാള സിനിമയെ ആദ്യമായി 150 കോടി കടത്തിയ താരത്തിൽ നിന്നും അടുത്തൊരു വമ്പൻ ഹിറ്റ് പ്രതീക്ഷയാണ് സസ്പെൻസുകൾ കരുതി വച്ച ടീസറിലൂടെ സമ്മാനിക്കുന്നത്. മികച്ച സാങ്കേതിക നിലവാരത്തിലും വമ്പൻ ടെക്നീഷ്യൻസിനെ അണിനിരത്തിയുമാണ് ബി ഉണ്ണികൃഷ്ണൻ വീണ്ടും മോഹൻലാലിനൊപ്പം കൈകോർക്കുന്നത്. ടീസറിൽ ഉണ്ടാക്കിയ ഈ പോരായ്മ ട്രെയിലറിൽ കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്നു.